ഹായ് നയൻത്. അപ്പം നമ്മൾ 8 നിന്ന് 9 പോവുകയാണ്. അപ്പോൾ ഒരു കുറച്ച് സമയം നിങ്ങളൊന്ന് കേൾക്കണേ. നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. വിചാരിക്കരുത് അയാളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വന്നു വിചാരിക്കരുത്. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുന്ന അറിയത്തില്ല, നമ്മൾ കഴിഞ്ഞ വർഷം നിങ്ങൾ 8 വരാൻ നേരത്തും ഞാൻ 7 കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആക്ടിവിറ്റി തന്നിരുന്നു. ഏപ്രിൽ മാസം ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല. മെയ് മാസം എനിക്ക് മൊത്തം വേണ്ടതാനും. ഓരോ ദിവസവും നിങ്ങളൊരു 1 hour മാച്ചിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ വലിയ കാര്യം. ഇനി പറ്റില്ലേ, ഒരു 40 minutes എങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യാം. ഇനി മെയ് മാസത്തിൽ മെയ് 1 തീയതി മുതൽ, അതായത് നാളെ മുതൽ നിങ്ങൾ ഓരോ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും മിനിമം മാച്ചിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത കുട്ടികളുണ്ട്. കാരണം 8ാം ക്ലാസ് ആയിരുന്നു ശരിക്കും നമുക്ക് ഹൈസ്കൂളിൻ്റെ ഒരു ബേസ്. എന്നിരുന്നാലും ആ ബേസ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പലർക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു അത്ര സീരിയസ്നെസ്സോടുകൂടിയല്ല നിങ്ങൾ 8ാം ക്ലാസ്സിനെ കണ്ടത്. ഓക്കെ, കാണേണ്ടിയിരുന്നു. അത്രയും സീരിയസ്നെസ്സോടുകൂടി നമ്മൾ 8ാം ക്ലാസ്സിനെ കാണേണ്ടിയിരുന്നു. കാരണം 9 പോകുന്നതിന് മുമ്പുള്ള ഒരു ബേസാണ് നമ്മൾ. 8 ബുദ്ധിമുട്ട് വന്നാൽ 9 10 റിഫ്ലക്റ്റ് ചെയ്യും എന്തായാലും. ഇനിയിപ്പോൾ നമ്മൾ പാസ്റ്റിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ റീകോൾ ചെയ്യാൻ പോവാണ്. നമ്മൾ മെയ് 1 തീയതി മുതൽ ഒരു അരമണിക്കൂർ വെച്ച് അറ്റ്ലീസ്റ്റ് ഒരു ദിവസം നിങ്ങൾ 1 മണിക്കൂറൊക്കെ കൊടുക്കുകയാണെങ്കിൽ വലിയ കാര്യം. ഞാൻ ഓൾറെഡി പറഞ്ഞു, അരമണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് ഓരോ ദിവസം കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കണം നിർബന്ധമായിട്ട്. കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും ഇരുന്ന് പഠിക്കാവുന്ന കാര്യമാണല്ലോ. എന്താ പറയുക, നമുക്ക് അത്യാവശ്യം ഒരു മൊബൈൽ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ചെയ്ത് പല ഇൻഫർമേഷൻസ് തപ്പാൻ പറ്റുന്ന ഒരു സമയമാണല്ലോ ഇപ്പം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ തന്നെ നോട്ട് ബുക്കും ഒന്ന് കയ്യിൽ കരുതുക. കാരണം നമ്മളൊരു പഠിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും, പിന്നെ 10ലും പോയി സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് റീകോൾ ചെയ്തെടുക്കുക മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങളുടെ പാരൻസിനോട് പറയാം 9ാം ക്ലാസ്സിലോട്ട് എനിക്കൊരു നോട്ട്ബുക്ക് വേണം മാത്സിന്. ഓക്കെ, അതായത് നമ്മുടെ നോട്ട്ബുക്ക് റൈറ്റിംഗ് ഈ വീഡിയോ കണ്ടതോടുകൂടി ആരംഭിക്കുകയാണ്. ഒരു 9ാം ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു കോളേജ് നോട്ട്ബുക്ക്. നിങ്ങൾക്കറിയാം 8ാം ക്ലാസ്സിൽ നിങ്ങൾ ഉപയോഗിച്ചാണ് വലിയ നോട്ട്ബുക്ക് വേണം. അൺറൂൾഡ് നോട്ട്ബുക്ക് മാത്സിന് മേടിക്കുക. അത് 9ാം ക്ലാസ് മാച്ച് ചെയ്താൽ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് പേജിൽ നിങ്ങളുടെ പേര് മാത്തമാറ്റിക്സ് ഒക്കെ എഴുതിയതിനു ശേഷം സെക്കൻഡ് പേജ് മുതൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ തുടങ്ങുകയാണ്. സെക്കൻഡ് പേജിൽ നിങ്ങൾ ഹെഡിങ് കൊടുക്കുക, ലെറ്റ്സ് റീകോൾ എന്ന് പറഞ്ഞിട്ട് 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച 9 10 അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ റീകോൾ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിൽ എഴുതി വെക്കാൻ പോവുകയാണ്. അത് എങ്ങനെ എഴുതണം, എന്ത് എഴുതണം, ഏതൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ഈ വീഡിയോയുടെ തൊട്ട് പുറകിൽ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് റഫായിട്ട് എഴുതി കാണിച്ചു തരാം. നിങ്ങളത് വൃത്തിയായിട്ട് ഫെയർ ആയിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് നോട്ട് ഡിസൈൻ ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്ന ഒരു കണ്ടന്റ് പോലും അതിൽ എഴുതാതിരിക്കരുത്. ഈ നോട്ട് ബുക്ക് ഞാൻ നിർബന്ധമായും ചെക്ക് ചെയ്യും. ഓക്കെ, ഇത് വെക്കേഷന് നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരു ആക്ടിവിറ്റി തന്നു എന്ന രീതിയിൽ ആരും കാണില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. 9ാം ക്ലാസ്സിലോട്ട് വേണ്ട ആക്ടിവിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ 9ാം ക്ലാസ്സിലോട്ട് വരുമ്പോഴേക്കും നിങ്ങളിതൊക്കെ ഒന്ന് പഠിച്ച് വെച്ചിട്ട് മാത്രം വരണം ഞാൻ ചോദിക്കും. ഓക്കെ, ഇനി ഇത് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഞാൻ പാരൻസിനെ ഉടനെ അത് നിർബന്ധമായിട്ടും അത് അറിയിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ലെറ്റ്സ് റീകോൾ ഹെഡിങ് എഴുതിക്കോളൂ, അണ്ടർലൈൻ ചെയ്യുക. അതിനുശേഷം ഈ താഴെ പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ട് നിങ്ങൾ അതിൽ എഴുതേണ്ടത്, ലെറ്റ്സ് റീകോളിൻ്റെ തൊട്ട് താഴെ ആദ്യമായിട്ട് എഴുതേണ്ടത് നമ്പർ ചാർട്ട് എന്ന് എഴുതണം. നമ്പർ ചാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചതാണ്. ഈ എന്താണ് റിയൽ നമ്പേഴ്സിൻ്റെ പല സെഷൻസ് ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിപ്പിച്ചതെന്നാണ് റിയൽ നമ്പേഴ്സ് എന്ന് എഴുതുക. നമ്മൾ എഴുതാൻ പോകുന്ന നമ്പർ ചാർട്ടാണ്. നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി. റിയൽ നമ്പേഴ്സ് ഒക്കെ റീകോൾ ചെയ്യുന്നതാണ്. നമ്മൾ 9ാം ക്ലാസ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ റീകോൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. റിയൽ നമ്പേഴ്സിൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? നാച്ചുറൽ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, ഹോൾ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്. ഇത് ഓരോന്നും എന്തൊക്കെയാണെന്നും ഒക്കെ എഴുതി വെക്കണം. എന്തൊക്കെയാണ് ഇതെന്തൊക്കെയാണ് ഇതൊക്കെ അതിൻ്റെ ഡെഫിനേഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് റാഷണൽ നമ്പറിൻ്റെ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് A/B വേർ B ≠ 0. ഇതൊക്കെ ഞാൻ എഴുതി തന്നിട്ടുണ്ട്, അത് ആദ്യം എഴുതുക. ഇതാണ് സ്റ്റാർട്ടിങ്, ഫസ്റ്റ് പോയിൻറ്റ്. ഇനി സെക്കൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതണം. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ 1 to 20 വരെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതി നിർബന്ധമായി ആ നോട്ട്ബുക്കിൽ വെച്ചിരിക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ 9ാം ക്ലാസ്സിന് ഇതിന് ശേഷം നമ്മൾ തൊട്ടടുത്ത പേജിൽ 9ാം ക്ലാസ്സിൻ്റെ നോട്ട് എഴുതി തുടങ്ങും. ഇതിപ്പോൾ മൊത്തം എഴുതി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 5 8 10 പേജ് വേണ്ടി വരും. പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇത് നെഗറ്റീവ് പോസിറ്റീവ് നമ്പേഴ്സിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു? ഉദാഹരണത്തിന് -2 + 3 എന്താണ്, അല്ലെങ്കിൽ -2 - 3 എന്താണ്? ഇങ്ങനെ നെഗറ്റീവും പോസിറ്റീവും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു നെഗറ്റീവും പോസിറ്റീവും വന്നാൽ എങ്ങനെ, 2 നെഗറ്റീവ് വരുമ്പോൾ എങ്ങനെ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പറിൽ നിന്ന് ഒരു പോസിറ്റീവ് നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ 2 നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്യുന്നത് എങ്ങനെ, ഇനി 2 നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് റിസൾട്ട്? ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എല്ലാ കേസസും അതിൽ വരണം. അതായത് ഇതിപ്പോൾ നെഗറ്റീവ് നമ്പർ പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്യുന്നത്, ഇനി ഇത് നെഗറ്റീവ് നമ്പർ പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്യുന്ന ഒരു കേസ്, ഇനി അടുത്ത് 2 നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്യുന്ന മറ്റൊരു കേസ്, അങ്ങനെ എല്ലാ കേസും വരണം. ഇനി ഇത് എന്താണ്, ഒരു സ്മോളർ നമ്പറിൽ നിന്ന് ഒരു ബിഗ്ഗർ നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നത്, ഇത് ബിഗ്ഗർ നമ്പറിൽ സ്മോളർ നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നത്, അങ്ങനെ. ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പോസിറ്റീവ് നമ്പർ ഒരു നെഗറ്റീവ് നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നത്, ഇതിൻ്റെ റിസൾട്ട് -5 ആണ്. അങ്ങനെ എല്ലാ കേസും അതിൽ വരണം. അതായത് 9ാം ക്ലാസ്സിൽ ഇപ്പോൾ നിങ്ങളോട് ഒരു നെഗറ്റീവും പോസിറ്റീവ് നമ്പറുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ -6 ഡിവൈഡ് ബൈ -2 എന്താണ്, ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുക, നെഗറ്റീവ് പ്ലസ് ആവും, 6/2 3 ആവും. അങ്ങനെ ഒരു നെഗറ്റീവ് പോസിറ്റീവ് വരുന്ന എല്ലാ കേസും നിങ്ങൾ 9ാം ക്ലാസ്സിലോട്ട് വരുമ്പോൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡിഫറൻറ്റ് കേസസ് ഉണ്ട്, അത് നിങ്ങൾ കളക്ട് ചെയ്ത് എഴുതുക. അതിന് ഡെഫിനേഷൻ കാര്യം എഴുതണ്ട. ഓരോ കേസിനും 2 എക്സാമ്പിൾ കൊടുത്താൽ മതി. ഉദാഹരണത്തിന് നെഗറ്റീവ് പോസിറ്റീവ് ആഡ് ചെയ്യുന്നത് ഇതൊരു എക്സാമ്പിൾ കൊടുത്ത് വേറെ എക്സാമ്പിൾ ഇതേപോലെ കൊടുക്കുക. ഇനി ഈ കാറ്റഗറിക്ക് 2 എക്സാമ്പിൾ കൊടുക്കുക, ഈ കാറ്റഗറിക്ക് 2-3 എക്സാമ്പിൾ കൊടുക്കുക. അപ്പോൾ അതങ്ങ് പഠിക്കുമല്ലോ. അങ്ങനെ നിങ്ങൾ സ്വന്തം നോട്ട് ഡിസൈൻ ചെയ്യണം, ചുരുക്കം പറഞ്ഞാൽ. ഇനി അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ എന്താണ് പറയുക, റാഷണൽ നമ്പേഴ്സ് ആഡ് ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ 1/2 + 3/2 സെയിം ഡിനോമിനേറ്ററാണ് എങ്ങനെ ആഡ് ചെയ്യും? ഡിഫറൻറ്റ് ഡിനോമിനേറ്ററിന് ഒരു എക്സാമ്പിൾ കൊടുക്കുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷനോ LCM ഉപയോഗിച്ച് ചെയ്യുക. അപ്പോൾ ഓരോന്നും 1-2 എക്സാമ്പിൾ കൊടുക്കുക. 1-2 എക്സാമ്പിൾ, ദാറ്റ്സ് എനഫ്. ഓക്കെ, ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടതാണ്
പ്രൈം നമ്പേഴ്സ് എന്താണ് ഒരു ഹെഡ്ലൈൻ, കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണ് മറ്റൊരു ഹെഡ്ലൈൻ. ഇനി പ്രൈം ഫാക്ടറൈസേഷൻ അടുത്ത ഹെഡ്ലൈൻ. എന്നിട്ട് പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് എഴുതുക, കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണെന്ന് എഴുതുക, അടുത്ത പ്രൈം ഫാക്ടറൈസേഷൻ അതെങ്ങനെ ചെയ്യും. ഉദാഹരണത്തിന് 132 എങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്ന 2-3 എക്സാമ്പിൾ എഴുതി വെച്ചാൽ ഇതാ അല്ലേ, ഇങ്ങനെ ചെയ്യുന്ന പരിപാടിയില്ലേ, ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ അതിൽ 1-2 എക്സാമ്പിൾസ് പ്രൈം ഫാക്ടറൈസേഷൻ എഴുതി കൊടുക്കുക. ഓക്കെ, ഒരു 2-3 എക്സാമ്പിൾ. എത്ര എക്സാമ്പിൾ കൂടുതൽ എഴുതുന്നു അത്രയും നിങ്ങൾ പഠിക്കും. 2-3 ഞാൻ മിനിമം പറയുന്നതാണ്. മടിയന്മാർക്കാണ് ഈ 2-3 ഉള്ളത്. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇതാരാണ് പഠിക്കുന്നത്, ആരാണ് മടിയന്മാർ, അത് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ കുറേ എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ട്രൈ ചെയ്തു. 1-2 എക്സാമ്പിൾ കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഈ കാര്യം തീരാൻ വേണ്ടി എങ്ങനെയും ഒഴിവാക്കി തീർക്കാൻ വേണ്ടി ചെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ട് എക്സാമ്പിൾസ് ഒക്കെ മാക്സിമം കൊടുത്തുവിടാം. അതിനുശേഷം ഇത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഫാക്ടേഴ്സ്, ഇപ്പോൾ ഫാക്ടേഴ്സ് ഫോർ എക്സാമ്പിൾ കൊടുത്താൽ മതി. 12 ഏതൊക്കെയാണ്, 1 2 3 4 6 12 അങ്ങനെ. ഇനി 1-2 എക്സാമ്പിൾ കൊടുക്കാം. ഇനി മൾട്ടിപ്പിൾസ് എന്താണ്, മൾട്ടിപ്പിൾസ് ഓഫ് 2 എന്തൊക്കെയാണ്, 2 4 6 8 അങ്ങനെ. മൾട്ടിപ്പിൾസ് ഓഫ് 3 3 6 9. അപ്പോൾ ഫാക്ടേഴ്സ് മൾട്ടിപ്പിൾസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതങ്ങനെ എഴുതുമ്പോഴേക്കും. അടുത്ത് പിന്നെ ഇക്വേഷൻസ് സോൾവിങ് ഇക്വേഷൻസിന് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് കൊടുക്കും. ഉദാഹരണത്തിന് 2x + 3 = 10. ഇതെങ്ങനെ സോൾവ് ചെയ്യും, 2x = 10 - 3 അല്ലേ, 2x = 7 x = 7/2 അങ്ങനെ സിമ്പിൾ എക്സാമ്പിൾ കൊടുക്കുക. പിന്നെ ഡിഫിക്കൽട്ടും കൊടുക്കുക. എങ്ങനെ, ഉദാഹരണത്തിന് ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്, 5/3x അല്ലെങ്കിൽ 5x/3 + 1/2 = 2x/3 - 1/2. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും, സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, എക്സ് ടൈംസ് ഒക്കെ കളക്ട് ചെയ്യുക. 5x/3 ഇതിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ -2x/3 = റൈറ്റ് സൈഡിൽ അപ്പോൾ -1/2 ബാക്കിയാവും. ഈ +1/2 അങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞാൽ -1/2. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ സെയിം ഡിനോമിനേറ്റർ ആണ്. 5x - 2x എന്ന് പറഞ്ഞാൽ 3x വരും. ഓക്കെ, ഇവിടെ -1/2 ചെയ്യുമ്പോൾ വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. സെയിം ഡിനോമിനേറ്റർ ആയതുകൊണ്ട് കുഴപ്പമില്ല. -1 - 1 -2 വരും, -2/2. ഓക്കെ, അപ്പോൾ ഇത്രയും ക്യാൻസൽ x = -2/2 -1. സോ ഇങ്ങനെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് 1-2 കളക്ട് ചെയ്യുക, സോൾവിങ് ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഓക്കെ, അടുത്ത് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന് പറയുന്ന സൈറ്റ് ഹെഡിങ് ചെയ്ത് അതിൽ നമ്മൾ പഠിച്ച എല്ലാ റൂളും ഓരോ റൂളും 2 എക്സാമ്പിൾ വീതം. ഉദാഹരണത്തിന് a/m × a റൂളിന് 1-2 എക്സാമ്പിൾ, അടുത്ത റൂൾ അങ്ങനെ എല്ലാ റൂളും എഴുതണം. ഓക്കെ, അടുത്ത് ഡിവിസിബിലിറ്റി റൂൾസ് എന്ന് പറഞ്ഞ സൈഡ് ഹെഡിങ് കൊടുക്കുക. ഡിവിസിബിലിറ്റി റൂൾസിലെ ഡിവിസിബിലിറ്റി ഓഫ് 2 ഒരു നമ്പറിനെ എങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. ദാറ്റ് നമ്പർ ഷുഡ് എൻഡ്സ് വിത്ത് 0 2 4 6 8 അല്ലേ. ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 3 എങ്ങനെ, ഇഫ് എ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 3 then the sum of the digits should be a multiple of 3. ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 5 എങ്ങനെ, നമ്പർ ഷുഡ് എൻഡ്സ് വിത്ത് 0 or 5. ഇനി ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 6ഉം 7ഉം 9ഉം 10 ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അത് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, അത് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നോക്കാം, ഈസിയായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ഇത് 3 എന്തായാലും എഴുതണം, 2ഉം 3ഉം 5ഉം. ഓക്കെ, 7 ഒക്കെ ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. 6 ഞാൻ പറഞ്ഞതാണ്, 2 കൊണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത് നിങ്ങൾ എഴുതുന്നതാണ് പൈതഗോറസ് തിയറം. എന്താണ് പൈതഗോറസ് തിയറം, റൈറ്റ് ട്രയാങ്കിളിൽ മാത്രം അപ്ലൈ ചെയ്ത തിയറമാണ് പൈതഗോറസ് തിയറം. 90 ഡിഗ്രിൻ്റെ ഓപ്പോസിറ്റാണ് ഹൈപ്പോട്ടനസ്. ഇതിന് നമ്മൾ ബേസ് യൂഷ്വലി കൺസിഡർ ചെയ്യും, ഇത് ഹൈറ്റ് ആയിട്ടും. അപ്പോൾ പൈതഗോറസ് തിയറം പറയുന്നത് എന്താണ്, ഹൈപ്പോട്ടനസ് സ്ക്വയർ = ബേസ് സ്ക്വയർ + ഹൈറ്റ് സ്ക്വയർ അല്ലേ. ഒരു എക്സാമ്പിൾ കൊടുക്കുക, ഒരു 2 3 4 5 റൈറ്റ് ട്രയാങ്കിൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ സ്ക്വയർ കൂടെ ആഡ് ചെയ്യും, ഇതിൻ്റെ സ്ക്വയർ കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെ പൈതഗോറസ് തിയറം നന്നായിട്ട് പഠിച്ചു വെക്കണം. യു ക്യാൻ ഡിപ്പെൻഡ് അപ്പോൺ ഗൂഗിൾ ഓൾസോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്. അതർവൈസ് യു ടെക്സ്റ്റ് മീ യുവർ ഡൗട്ട്സ്, ഐ വിൽ ട്രൈ ടു ക്ലാരിഫൈ യുവർ ഡൗട്ട്സ്. ഓക്കെ, പൈതഗോറസ് തിയറം. പിന്നെ അടുത്ത് വരുന്നതാണ് സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്. അപ്പോൾ എന്ത് എഴുതണം, അത് 8ാം ക്ലാസ് എഴുതിയതുകൊണ്ട് കാര്യമില്ല, 9ാം ക്ലാസ്സിൻ്റെ നോട്ട്ബുക്കിൽ വേണം. നമ്പേഴ്സ് മൊത്തം ഇവിടെ 1 മുതൽ ഒരു 30 വരെയുള്ള നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്യുക, അതിൻ്റെ സ്ക്വയേഴ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്യുക, എന്നിട്ട് ബൈ ഹാർട്ട് പഠിക്കുക 1 to 30 അതിൻ്റെ സ്ക്വയേഴ്സ്. അതുപോലെ തന്നെ ക്യൂബ്സ് 1 to 30 ക്യൂബ്സിൽ 1 to 30 വേണ്ട, 1 to 20 മതി, അതിൻ്റെ ക്യൂബും എഴുതി പഠിക്കുക, ബൈ ഹാർട്ട് പഠിക്കാനേ ചോദിക്കും. അതുപോലെ തന്നെ സ്ക്വയർ റൂട്ട് എന്ന് എഴുതാം. എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിപ്പിച്ചതാണ്. ലോങ് ഡിവിഷൻ മെത്തേഡിൽ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു 144 ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ പെയറിംഗ് ഒക്കെ ചെയ്തിട്ട് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ. ഫസ്റ്റ് നമ്പർ ഈസ് 1, അപ്പോൾ അതിൻ്റെ 1 is a perfect square. 1 × 1 is 1 0. അടുത്തത് 44, ഇവൻ്റെ ഡബിൾ എഴുതുക 2, അപ്പോൾ ഇവിടെ 2 വരിക. 2 × 22 is 44. ഇത് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 8ാം ക്ലാസ് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഹൗ ടു കാൽക്കുലേറ്റ് സ്ക്വയർ റൂട്ട് വിത്ത് 2 എക്സാമ്പിൾസ് ചെയ്താൽ. പിന്നെ ക്യൂബ് റൂട്ടിന് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡാണ് പഠിപ്പിച്ചത്. ആ ഷോർട്ട് കട്ട് മെത്തേഡ് എന്താണെന്ന് പഠിച്ചു വെക്കുക, 1-2 എക്സാമ്പിൾ കൊടുക്കുക. ഓക്കെ, റിവൈസ് ചെയ്യണം, ഞാൻ പഠിപ്പിച്ചതാണ് ക്യൂബ് റൂട്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കുറേ ചെയ്യാനുണ്ട്. ആൽജിബ്രായിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡൻറ്റിറ്റീസ് സൈഡ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ പഠിച്ച ഐഡൻറ്റിറ്റീസ് മാത്രം ഒന്ന് പഠിച്ചു നോക്കുക. a+b², a-b², പിന്നെന്താണ് a+b × a-b അല്ലേ. പിന്നെന്താണ് x + a × x + b, ഇതിൻ്റെ ഐഡൻറ്റിറ്റീസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അത്ര തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇല്ല, അത്രയും പഠിച്ചാൽ മതി. ഓരോന്നിനും ഒരു വിത്ത് 1 or 2 എക്സാമ്പിൾസ് കൊടുക്കാം. പിന്നെ വരുന്നത് ഫാക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ 1-2 എക്സാമ്പിൾ എഴുതിയാൽ മതി. ഫാക്ടറൈസേഷൻ ഉദാഹരണത്തിന് എന്താണ്, ഫാക്ടറൈസ് എങ്ങനെ, x² - 4 അതിനെ എന്ത് ചെയ്യാം, x² - 2² എന്ന് എഴുതാം. നൗ ഇറ്റ് ഇസ് ഇൻ ദ ഫോം ഓഫ് a² - b² ക്യാൻ ബി റിട്ടൺ ആസ് a+b × a-b. അങ്ങനെ ചെറിയ 1, 2, 3 ഡിഫറെൻറ്റ് കാറ്റഗറിയിലെ എക്സാമ്പിൾ. ഉദാഹരണത്തിന് ഡിവൈഡ്, ഇതൊക്കെ എഴുതണേ, x² - 7x + 10 ഡിവൈഡ് ബൈ അല്ല, ഇങ്ങനത്തെ എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ബൈ x - 5. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ഒരു ഐഡൻറ്റിറ്റിയിലും ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്പ്ലിറ്റിംഗ് മിഡിൽ ടൈം ഉപയോഗിക്കണം ഇവിടെ. അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ x - 2 × x - 5 എന്ന് വരും. സ്പ്ലിറ്റിംഗ് മിഡിൽ ടൈം ഉപയോഗിച്ച് നോക്കിയാൽ മതി ഡിനോമിനേറ്ററിൽ. അപ്പോൾ നമുക്ക് x - 5 വരും, ഡിനോമിനേറ്റർ x - 5 ആണല്ലോ. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് x - 2 ആൻസർ വന്നു. അങ്ങനെ 1-2 ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് എഴുതി ഫാക്ടറൈസേഷൻ അങ്ങനെ എഴുതാം. ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ലെവലാകും 9ോട്ട് വരുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് മെൻസുറേഷൻ.
മച്ച്. ഇതാണ് ലാസ്റ്റ് ടോപ്പിക്, മെൻസുറേഷൻ. ഈ മെൻസുറേഷനിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണ്? ആ ഏരിയ ഫോർമുലാസ് ഇല്ലേ, എവിടെ മുതൽ സ്ക്വയർ, റെക്റ്റാങ്കിൾ, പാരലോഗ്രാം, ട്രപ്പീസിയം, ജനറൽ ക്വാഡ്രിലാറ്ററൽ, എന്താണ് എന്തൊക്കെയൊക്കെ റോംബസ് എന്ന് പറഞ്ഞ് കുറേ എണ്ണത്തിന് ഏരിയൻ്റെ ഫോർമുല പഠിച്ചില്ലേ, അത് മൊത്തം ഇവിടെ എഴുതി വെച്ചോളാം. വേണമെങ്കിൽ ഓരോന്നിനും 1-2 എക്സാമ്പിൾസ് കൊടുക്കുക. ഓക്കെ, താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോർമുലയെങ്കിലും എഴുതി ബൈഹാർട്ട് പഠിക്കാം. പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ് സോളിഡ്സ് എന്തൊക്കെയാണ്? ക്യൂബ്, ക്യൂബോയിഡ്, സിലിണ്ടർ. കോൺ പഠിപ്പിച്ചിട്ടില്ലല്ലോ അല്ലേ? ക്യൂബും ക്യൂബോയിഡ് സിലിണ്ടറിൻ്റെയും ഓരോന്നിൻ്റെയും ടോട്ടൽ സർഫസ് ഏരിയ, ലാറ്ററൽ സർഫസ് ഏരിയ, വോളിയം, ഇത് 3 പഠിപ്പിച്ചു എന്നാണ് തോന്നുന്നു. ഓരോന്നിനും ഫോർമുല ഉണ്ട്, അത് പഠിച്ചു വെക്കുക. 1-2 എക്സാമ്പിൾസും കൊടുക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ 9ാം ക്ലാസ്സിൽ റെഡി ആവും. ഇതൊക്കെ ചെയ്യും. നിങ്ങൾ ടൈമൊന്നും കൊടുക്കണ്ട. ഞാൻ പറഞ്ഞാൽ ഓരോ ദിവസം 1/2 മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തീരും. 1 മാസം നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വലിയ അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ ടേക്ക് ഇറ്റ് ഇൻ എ പോസിറ്റീവ് സെൻസ്, ഡു ഇറ്റ്, write it, prepare your notes neatly, and it's not just like write everything on your notebook. It's not just like that. You must learn it. Writing everyone can do, isn't it? നിങ്ങൾ ഒരാളുടെ എഴുതിയിട്ട് ബാക്കിയുള്ളവർക്ക് എല്ലാം കൂടെ അയച്ചു കൊടുത്തു അത് എഴുതാം. പക്ഷേ അങ്ങനെയല്ല, സ്വന്തമായി എഴുതി നന്നായി പഠിക്കാം. ഓക്കെ, ഞാൻ നോക്കട്ടെ എത്ര നന്നായി ചെയ്തു വരുന്നവർ ആരൊക്കെയാണ്. അവരൊക്കെയാണ് 9ാം ക്ലാസ്സിൽ നന്നായിട്ട് മിടുക്കത്തിയൊക്കെ ആവാൻ പോകുന്നത്. സോ ഓൾ ദ വെരി ബെസ്റ്റ്.